ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായല്ലോ അല്ലേ, പല വിഷയങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്ത് സംസാരിക്കുന്നു. പിന്നെ എനിക്ക് ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ ഒരു മൂഡില്ല. എനിക്ക് വളരെ ഫ്രീ ആയി, കാമായി, റിലാക്സ് ആയി എൻ്റെ യൂട്യൂബേഴ്സിനോട് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കണം എന്ന് തോന്നി. അപ്പം അതിന് വന്ന ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണോ, മഴയുണ്ടോ, തണുപ്പുണ്ടോ, എല്ലാവരും സേഫൊക്കെ ആയിരിക്കണം, വർക്കിനൊക്കെ പോകുന്നില്ലേ, എപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നറിയില്ല, എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ടൈമിൽ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ എന്ത് വിഷയത്തെ പറ്റി സംസാരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, തടീനെ പറ്റി പറഞ്ഞാലോ അല്ലേ. ഇത് നോക്ക്, ഗുണ്ടു തടീനെ പറ്റി പറയാമെന്ന് കരുതി. എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം മെലിയും, പിന്നെ തടിക്കും, പിന്നെ മെലിയും, പിന്നെ തടിക്കും, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു പെട്ടെന്ന് എനിക്ക് മെലിയാനും പറ്റും, അതുപോലെ തന്നെ പെട്ടെന്ന് തടിക്കാനും പറ്റും. എൻ്റെ ഒരു ബോഡി അങ്ങനെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വരികയാണെങ്കിൽ ഞാൻ ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് ഞാൻ നന്നായി കുറച്ച് ഒരു ബാലൻസ്ഡ് വെയിറ്റിലോട്ട് പോകും. അന്നേരം ആ കുറച്ച് വെയിറ്റ് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ അതിൻ്റെ 2 ഇരട്ടി എന്ന രീതിയിൽ, എന്ന് വെച്ചാൽ 5 കിലോയാണ് കുറച്ചെങ്കിൽ അത് 10 കിലോ കൂട്ടാൻ എന്നെ കൊണ്ട് കഴിയുകയും ചെയ്യും. അപ്പം ഞാൻ കരുതിയത് നമുക്ക് സംസാരിക്കാം അബൌട്ട് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു ബേസിക് ടിപ്സും വെയിറ്റ് കൂട്ടാനുള്ള ബേസിക് ടിപ്പും. ഓക്കെ, സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് വെയിറ്റ് കൂടാനുള്ള ഒരു കാരണം എന്താണ്. ഓരോരുത്തർക്കും ഓരോ കാരണം ഉണ്ടാവും. ചില ആൾക്കാർക്ക് തൈറോയിഡിന് ഇഷ്യൂ ആയിരിക്കും, ചില ആൾക്കാർക്ക് ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് എന്നെപ്പോലെ തിന്ന് തടിക്കുന്നവരായിരിക്കാം, ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല, അവർ പാരമ്പര്യമായിട്ട് അവരുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ നന്നായി തടിച്ചിട്ടാണ് ആ തടി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ടാവും. എൻ്റെ ഒരു ബോഡീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ തിന്നിട്ട് തടിക്കുന്നതാണ്. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒന്നും കണക്കില്ലാണ്ട് തിന്നുക ചെയ്യുക. എൻ്റെ ഒരു തീറ്റ റൂട്ടീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടും. രാവിലെ എണീക്കുമ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയിട്ടുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ ബത്തേരി എത്തുമ്പോൾ വട കഴിക്കും. അന്ന് ഞാൻ എന്നും ബസ് കയറാൻ നിൽക്കുന്ന ഒരു ചായക്കടയത്തെ വടയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് സെർണിറ്റിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം 10 മണിക്കൊക്കെ ചേച്ചി നല്ല ഇഡ്ഡലിയോ പുട്ടോ ആണെങ്കിൽ അവിടുന്ന് ഇഡ്ഡലിയും പുട്ടും കഴിക്കും. പിന്നെ 11 മണിക്ക് ഒരു കാപ്പി കഴിക്കും, ഉച്ചയ്ക്ക് നല്ലോണം ചോറ് കഴിക്കും. എന്നിട്ട് വിശക്കുകയാണെങ്കിൽ ചിലപ്പം KFCയിലെ സിംഗർ ബർഗർ ഫാൻ ഗേളാണ് ഞാൻ, അതിരുന്ന് വാങ്ങും. വൈകുന്നേരം ചിലപ്പം അഞ്ജനേൻ്റെയും കൂടെ ടൗണിൽ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചായക്കടയിൽ കയറി ചായയോ ജ്യൂസോ ഷേക്കോ എന്തെങ്കിലും ഒന്ന് കഴിക്കും. വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോൾ ഞാൻ മിച്ചറും കഴിക്കും. ഇതാണ് എൻ്റെ ഒരു ഫുഡ് റൂട്ടീൻ. ഈ റൂട്ടീനിലുള്ളത് മുഴുവൻ ഹൈ കലോറി ഫുഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യും, തടിക്കും. ഞാൻ തടിച്ചാൽ ഫസ്റ്റ് എൻ്റെ ഇവിടെ അങ്ങ് തടിക്കും, പിന്നെ എൻ്റെ ബോഡി തടിക്കും. എന്നെ കാണുന്ന ആൾക്കാർ മുഴുവൻ പറയാൻ തുടങ്ങും, അയ്യോ നീ തടിച്ചു, അയ്യോ നീ തടിച്ചു, അയ്യോ നീ തടിച്ചു. ഞാൻ പിന്നെ അത് ചെവിയിൽ ഇങ്ങ് കൊടുക്കൂല, ഞാൻ അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നുകയാണ് തടി കൂടി, എനിക്ക് ഡ്രസ്സ് ടൈറ്റായി, അല്ലെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് പോയി എന്നൊക്കെ തോന്നുന്ന സമയം ഞാൻ പെട്ടെന്ന് ഒരു ചുരുക്കം ടൈമിനുള്ളിൽ തന്നെ ഞാൻ വെയിറ്റ് കുറയ്ക്കും. അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാലറി കുറച്ച് കഴിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണ നിങ്ങളുടെ ഫോണിൽ എടുക്കുക, അറിയാലോ, മെറ്റ എടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ വെയിറ്റും, എന്നിട്ട് അവരോട് ചോദിക്കുക ഈ ഹൈറ്റ് വെയിറ്റ് ഉള്ള ആൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എത്ര കാലറി കഴിക്കണം എന്നുള്ളത് നോക്കുക. അപ്പോൾ അവർ കാലറി പറഞ്ഞുതരും. എനിക്ക് എപ്പോഴും പറയാം 1200 to 300 കഴിക്കണം എന്നാണ് പറയുക. അത് നിങ്ങളുടെ ഹൈറ്റ് ടു വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇന്ന് ChatGPTയോടും മെറ്റേനോടും ചോദിച്ച് ഉത്തരം കിട്ടാത്ത വേറൊരു സാധനമില്ല. അപ്പോൾ അവർ നിങ്ങളുടെ ഒരു എക്സാക്ട് കലോറി പറയും. ഇപ്പം എന്നോട് പറയുന്നത് 1300 ആണെങ്കിൽ 1000 കലോറീൻ്റെ ഫുഡാണ് ഞാൻ ഒരു ദിവസം എടുക്കുന്നതെങ്കിൽ എൻ്റെ വെയിറ്റ് കുറയും. 1300 പകരം 1600 കലോറിയാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ വെയിറ്റ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങളുടെ കലോറി മനസ്സിലാക്കി അതിൽ നിന്ന് അളവ് കുറച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് താനെ കുറയും. പിന്നെ രണ്ടാമത്തെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ഷുഗർ. കംപ്ലീറ്റ്
കംപ്ലീറ്റ് കട്ട് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ചോക്ലേറ്റ്സ് നന്നായി കഴിക്കുന്നത്. എനിക്ക് പണ്ട് ഷുഗർ എന്ന് പറഞ്ഞ ഒരു സാധനം ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് കിട്ടിയാൽ ബിസ്ക്കറ്റ് വരെ തിന്നും. ഷുഗർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്. അതിന് നല്ലത് എന്തെങ്കിലും ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കുമായിരുന്നു, പിന്നെ മെല്ലെ നിർത്തും, പിന്നെ കഴിക്കും, അങ്ങനെയാണ് നിർത്തുക. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൊതി തോന്നിയാൽ കഴിക്കണം. ഞാൻ കഴിക്കാണ്ട് നിന്നിട്ടുണ്ട്, പിന്നെ അത് പിടിച്ചു നിന്നാൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നന്നായിട്ട് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഷുഗർ കട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ശർക്കര ഇട്ടിട്ടുള്ള ഒരു കാപ്പിയൊക്കെ കുടിച്ചോ, കാരണം പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു സാധനം, ഷുഗർ കട്ട്. ഈ ഷുഗർ കട്ടിൻ്റെ കൂടെ തന്നെ അതേ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക. എത്ര വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം, മധുരമില്ലാത്ത ടൈപ്പ് വെള്ളം. ഞാനെന്ന് വെച്ചാൽ എനിക്ക് ചൂടുള്ള വെള്ളം കിട്ടിയാലേ എനിക്ക് കുടിക്കാൻ പറ്റൂ. രണ്ടാമത് എനിക്ക് വെള്ളത്തിനൊരു ടേസ്റ്റും വേണം. അപ്പോൾ എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ ഈ 2 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ വാങ്ങി അതിൽ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തണിഞ്ഞും പോവും, ആ ടേസ്റ്റും എനിക്ക് വലിയ ഇഷ്ടമാവില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഈ ചിയാ സീഡ്, നാരങ്ങ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ജീരകം, അങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളം ഒരു 2 ലിറ്റർ മിനിമം ഒരു ദിവസം കുടിച്ചിട്ടുണ്ടാവണം. ഞാനൊരു 2.5 ലിറ്ററൊക്കെ ഡെയിലി കുടിക്കും. അപ്പം 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. നാലാമത്തെ ബേസിക്കായി ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണക്കടികൾ, ബേക്കറീസ് ഓർഡർ ചെയ്ത് കഴിക്കുക. 3 നിർത്തിക്കാള്. ഇതെനിക്ക് വളരെ എളുപ്പമാണ്. ഇതെനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. കാരണം ഞാൻ ബേക്കറി വീട്ടിൽ വാങ്ങുന്നത് മെല്ലെ അങ്ങ് സ്റ്റോപ്പ് ചെയ്താണ്. പകരം ഫ്രൂട്ട്സ് വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്കാൻ നോക്കും. അപ്പോൾ വിശക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് കഴിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം, പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത് ഞാനായിട്ട് തന്നെ എൻ്റെ ഇതോട് പൈസ അല്ലാന്നോ അല്ല പൈസ തീർന്നു അല്ല അക്കൗണ്ടിലെ പൈസ വേഗം വേറെ എന്തേ വാങ്ങി തീർത്തോ, അതും ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തടി വൈകുന്നേരം നമ്മളിനി കഴിക്കുന്നില്ല, എനിക്കിങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്നുകൊണ്ട് അവൾ നിർബന്ധിക്കില്ല, ഞങ്ങൾ നേരെ എന്ത് ചെയ്യും, കയറിപ്പോവും. അപ്പം ഈ 3 കാര്യം നിർത്തുമ്പോൾ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ 4-5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ വെയിറ്റ് ഇങ്ങനെ ബലൂണ് ഫ്ലീ ആവുന്നത് പോലെ തന്നെ ഫ്ലീ ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത്ര സാധനങ്ങളാണ് ഞാൻ ബേസിക് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം. പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് വെയിറ്റ് കുറയണമെന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ചോറിൻ്റെ 1 ടൈം ആക്കും. ചോറ് 1 ടൈം ആക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കഴിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ചപ്പാത്തി ആയിരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറാണെങ്കിൽ വൈകുന്നേരം മാറ്റും. അത് എൻ്റെ ഇതുപോലെയാണ്. അല്ലാണ്ട് ഞാൻ രാത്രി ചോറ് കഴിക്കില്ല എന്നുള്ള കള്ളത്തരൊന്നും ഞാൻ പറയുന്നില്ല. രാത്രി ഞാൻ വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശപ്പാണ്. ഞാൻ 7:45 എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 6 മണിക്ക് വീട്ടിൽ കയറി. 6 മണിക്ക് ഇവിടെ വന്ന് പിന്നെ ചപ്പാത്തി ചുടാനൊന്നും തോന്നില്ല. നല്ല വിശപ്പിലും നല്ല ക്ഷീണത്തിലും വരാം. നേരെ കയറി ചോറ് കഴിക്കും. പക്ഷേ ചോറ് ഇച്ചിരി ഉണ്ടാവും. ഇച്ചിരി എന്ന് വെച്ചാൽ ഇച്ചിരി ഉണ്ടാവും. ബാക്കി ഉപ്പേരി, കറീൻ്റെ കഷ്ണം എന്തെങ്കിലുമൊക്കെ കഴിക്കും. അല്ല അതിൻ്റെ കൂടെ അവിടെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടൊക്കെ ഞാനത് എന്ത് ചെയ്യും, എല്ലാം നൈസായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് വെക്കും. അപ്പോൾ കാർബ് ഐറ്റംസ് കുറയ്ക്കുന്നത് വളരെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ വലിയ രീതിയിൽ കുറച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്തിനാണ് വെറുതെ തള്ളാൻ നിൽക്കുന്നത്. ഞാൻ ഒരു നേരം ആക്കും റൈസ്. എനിക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് വേണം തോന്നുകയാണ്. ഇല്ല 2 നേരം തന്നെ, പക്ഷെ അളവ് ഭയങ്കര കുറവായിരിക്കും. ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവ്. മസ്റ്റായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഡേറ്റ്സും ഫ്രൂട്ട്സും വാങ്ങി വെക്കണം. എപ്പോൾ മധുരം കഴിക്കണം തോന്നുന്നോ നേരെ പോയി ഡേറ്റ്സ് എടുത്ത് കഴിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സ്വിഗ്ഗിയിൽ പറ്റുന്ന സാധനം ഓർഡർ ചെയ്ത് കഴിക്കും. രണ്ടാമത്തെ ഒരു സാധനമാണ് ഫ്രൂട്ട്സ്. ഈ വെയിറ്റ് ലോസ് തുടങ്ങുന്ന സമയത്ത് നമ്മളെപ്പോലെ നന്നായി ഫുഡ് കഴിക്കുന്ന, എന്നെപ്പോലെ നന്നായി ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് വിശന്ന് എൻ്റെ കൃഷ്ണ പ്രാതളം. അപ്പം എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കണ്ട, നേരെ പോവുക ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുക. എൻ്റെ മെയിൻ സാധനങ്ങളാണ് ഓറഞ്ച്, സബർ ജെല്ലി. ഇത് രണ്ടുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുക. ഈ വത്തയ്ക്കൊന്നും വാങ്ങുന്നത് എനിക്കിഷ്ടമില്ല. ഇതാകുമ്പോൾ ടേബിളിൽ നിന്ന് പൊളിച്ചങ്ങ് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു സാധനം. ഇനി എൻ്റെ ഒരു ഡയറ്റ് എടുക്കുന്ന ദിവസത്തെ ഒരു ഫുഡ് റൂട്ടീൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഓട്സ് ആണ് കഴിക്കുക. ഓട്സ് എന്ന് വെച്ചാൽ സാധാരണ കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ 2 സ്പൂൺ ഓട്സ് എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് ഉപ്പ് ഇട്ടിട്ട് എടുക്കും. അതിങ്ങനെ വലിപ്പമുള്ള ഒരു കുഴ ഗ്ലാസ്സിൽ ഒറ്റ ഇതാക്കും. എന്നിട്ട് സെർനിറ്റിയിൽ ഞാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കും. അതൊരു വൈകുന്നേരം ആകുമ്പോഴേക്ക് കുടിച്ച് തീർക്കും. 11 മണിയാകുമ്പം ഞാൻ ഗ്രീൻ ടീ കുടിക്കും. ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾക്ക് സെർനിറ്റിയിൽ ശർക്കര കാപ്പിയാണുള്ളത്. അത് ഞാൻ സ്കിപ്പ് ചെയ്യലില്ല. ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാന്നല്ലാണ്ട്, അല്ലെ ശർക്കര കാപ്പി ഓർ ഗ്രീൻ ടീ, ഇതിലേതേ ഒരു സാധനം. ഉച്ചയ്ക്ക് ഞാൻ ചോറാണ് കഴിക്കുക. ചോറ് ഒരു ഇച്ചിരി എടുക്കും. ഇച്ചിരി എന്ന് വെച്ചാൽ വളരെ കുറവ് എമൗണ്ട് ചോറ് എടുക്കും. എന്നിട്ട് അത് ചവച്ചരച്ച് മെല്ലെ കഴിക്കും. പിന്നെ ഞാൻ രാത്രി വീട്ടിലെത്തുമ്പോഴാണ് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുക. അത് ഡിപ്പെൻഡാണ്. എന്തെങ്കിലും ബേക്കറി ഇൻ ദ സെൻസ് വൈകുന്നേരം വരുമ്പോൾ എന്താണോ എനിക്ക് വീട്ടിൽ കിട്ടുന്ന അതുപോലെയാണ്. ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാവും, ചിലപ്പോൾ രാവിലത്തെ എന്തെങ്കിലും പുട്ടോ കാര്യങ്ങളോ ഉണ്ടാവും. എന്താണെങ്കിലും അളവ് വളരെയധികം കുറയ്ക്കും.
അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുക എൻ്റെ ഒരു ഫുഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ട് ഈ ഒരു സാധനം ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ 1 മന്ത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ വെയിറ്റ് ഇങ്ങനെ കുറയും. പക്ഷേ അടുത്ത മന്ത് ആകുമ്പം ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ റീസണാണ്. എന്നെപ്പോലെ ഓവർ ഫുഡ് കഴിച്ചത് കൊണ്ട് തടി ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരൊറ്റ സാധനം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല വേറെ എന്തെങ്കിലും റീസൺസ് ആണെങ്കിൽ അതിന് ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമല്ല. വളരെയധികം ബുദ്ധിമുട്ടാണ് അത് വർക്കൗട്ട് ആയിട്ട് വരാൻ വേണ്ടി. ആൻഡ് നെക്സ്റ്റ് തിങ്, തടി എന്നൊക്കെ പറയുന്നത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരാളോടും കുറയ്ക്കാൻ പറയുമോ അല്ലെ തടി തെറ്റാന്നോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റിൽ നിങ്ങൾ ഡിസ്കംഫോർട്ടായി നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പം എന്നോട് പലരും പറയലുണ്ട്, പലരും എന്ന് വെച്ചപ്പോൾ ഇന്ന് തന്നെ എന്താ 2021 ഒരു പിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴൊരു ഫോട്ടോ ഇട്ടപ്പം കുറേ പേര് മെസ്സേജ് അയച്ചു. ചില ആൾക്കാരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പണ്ടത്തെ പോസ്റ്റ് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് പറയും നീ ഇപ്പം തടിച്ചു, നിൻ്റെ ഫേസ് തടിച്ചു, നിൻ്റെ ഫേസ് മാറി, പണ്ടത്തെ ഫേസ് ആയിരുന്നു ഭംഗി, ഇങ്ങനെയൊക്കെ കുറേ ടീം പറയുന്നുണ്ട്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യല്ല. ഞാൻ ഓക്കെ ഞാൻ കുറയ്ക്കാം, ഞാൻ കൺട്രോൾ ചെയ്യാം, അല്ലേ നോക്കട്ടെ, അല്ലെ ഇത് മതി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിപ്ലൈ ഇട്ട് പോവുക ചെയ്യാം. പക്ഷേ ലേറ്റർ ഓൺ ഒരു 1 മാസം 2 മാസം കഴിയുമ്പോൾ എനിക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ തടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയല്ല എൻ്റെ ബോഡി ഷേപ്പ് മാറി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന സമയമാണ് ഞാൻ എന്ത് ചെയ്യുക, എഫോർട്ട് എടുക്കുക. ദെൻ ഇറ്റ്സ് അബൌട്ട് വർക്കൗട്ട് ഡിപ്പെൻഡ് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ വളരെ മടിയാണ് വർക്കൗട്ട് ചെയ്യാൻ. എന്നാൽ എനിക്ക് തന്നെ ഈ ലവ് ഹാൻഡിൽസ് എന്നൊക്കെ പറയുന്ന പോലെ സാധനങ്ങളില്ലേ, നമ്മുടെ ബോഡിയിൽ ചില ഭാഗങ്ങൾ എക്സ്ട്രാ ഫാറ്റൊക്കെ വന്നു, അങ്ങനെ വന്ന് എൻ്റെ ബോഡി കുറച്ച് അലമ്പായി എന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ വർക്കൗട്ട് ചെയ്യുക. ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് സൂംബ പോലത്തെ സംഭവങ്ങളാണ്. ഞാൻ വീഡിയോ വെക്കും, ഒരു 20 മിനിറ്റ്സ് അതിലിരുന്ന് ഡാൻസ് കളിക്കും. അതൊന്ന് കളിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ കണ്ടിന്യൂസ് ആയി ചെയ്യും. അതൊക്കെ ഞാൻ വളരെ റെയറാണ്. വെറുതെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സാധനം, ഫുഡ് കൊണ്ടുണ്ടാവുന്ന തടി ഫുഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, പഴയ അതേ അവസ്ഥയിലോട്ട് എത്തും. ആൻഡ് ഇറ്റ്സ് അപ് ടു യു ഗൈസ്. ഇഫ് യു വാണ്ട് ടു റെഡ്യൂസ് യുവർ വെയിറ്റ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു റെഡ്യൂസ് യുവർ വെയിറ്റ് ദെൻ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ഓക്കെ, സോ ഞാൻ ഇനി പോട്ടെ. ബൈ ഗൈസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.